മോഹൻലാൽ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. വോട്ട് രേഖപ്പെടുത്താനായി മോഹൻലാലും ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രമുഖരെല്ലാവരും വരി നിന്ന് വോട്ട് രേഖപ്പെടുത്തുകയാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ മോഹൻലാലിൻ്റെതാണ്. നടൻ മോഹൻലാൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം, നിങ്ങളൊരു താരമാവട്ടെ, നിങ്ങളൊരു ഭരണാധികാരിയാവട്ടെ, നിങ്ങൾ സാക്ഷാൽ ഇന്ത്യൻ പ്രസിഡന്റ് പോലും ആവട്ടെ, പക്ഷേ നിങ്ങൾക്ക് വരിയിൽ ആദ്യമെത്തിയ സാധാരണക്കാരന് തൊട്ടു പിന്നിലായിരിക്കും നിങ്ങളുടെ സ്ഥാനം. നിങ്ങൾക്ക് വരിയിൽ ഇരുന്ന് വോട്ട് രേഖപ്പെടുത്തേണ്ടി വരും. നോക്കൂ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഒപ്പം നടൻ മോഹൻലാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എല്ലാവരും വോട്ട് രേഖപ്പെടുത്താനായി രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. മന്ത്രി ശിവൻകുട്ടിയും മോഹൻലാലിനോടൊപ്പം അവിടെ നിൽക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ സുനിഷ കൂടിയുണ്ട്. സുനിഷ, താരങ്ങളെല്ലാവരും പ്രമുഖരായിട്ടുള്ളവർ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു. ഒരേ ഫ്രെയിമിലുള്ള മനോഹരമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രതിപക്ഷ നേതാവ് മോഹൻലാൽ, ഒപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എല്ലാവരും എത്തിയിട്ടുണ്ട്. മോഹൻലാൽ ആദ്യം വോട്ട് രേഖപ്പെടുത്താനെത്തിയ ചില വോട്ടർമാർക്ക് തൊട്ടു പിന്നിലാണ് ഇടം പിടിച്ചിരിക്കുന്നത്. സുനിഷ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. അത് തന്നെയാണ്, ഇതാ താരങ്ങളെല്ലാം തന്നെ നേരത്തെ വോട്ട് ചെയ്യാൻ എത്തുന്നു എന്നുള്ളതാണ്. മോഹൻലാൽ മുടവൻ മുകൾ സ്കൂളിലെ 36-ാം ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. നേരത്തെ തന്നെ ആളുകൾ 6 മണി 6:30 മുതൽ തന്നെ ആളുകളെല്ലാം ക്യൂ ആയി നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്ക്, നേരത്തെ എത്തിയ ആളുകൾക്ക് പുറകിലായി ക്യൂ ആയി തന്നെയാണ് മോഹൻലാൽ നിന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ നേമത്തെ UDF സ്ഥാനാർത്ഥിയെയും LDF സ്ഥാനാർത്ഥിയെയും കൂടെ കാണാൻ കഴിയും. ഏതായാലും ഈ ക്യൂ നിന്നുകൊണ്ട് തന്നെ 2019 ലോക്സഭാ ഇലക്ഷനും ഇതേ രീതിയിൽ ക്യൂ നിന്നുകൊണ്ട് തന്നെയായിരുന്നു മോഹൻലാൽ വോട്ട് ചെയ്യാൻ അകത്തേക്ക് കയറിയിരുന്നത് എന്നുള്ളതാണ്. അതേ രീതിയിൽ തന്നെ ഇതിപ്പോൾ ഈ ഇലക്ഷനും വോട്ട് ചെയ്യാനായി എത്തുകയാണ്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ജനിച്ചു വളർന്ന നാടാണ്, ഒപ്പം തന്നെ ഈ സ്കൂളിലാണ് പഠിച്ചത്. കൊച്ചിയിലേക്കൊക്കെ താമസം മാറിയെങ്കിൽ പോലും വോട്ട് ഇവിടെ നിന്നും മാറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാനായി ഇവിടെ എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. നേരത്തെ 9 മണിയൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്, പക്ഷേ ഇത് ഇപ്പോൾ 7 മണിയോടുകൂടി തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രത്യേകത. കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ അമ്മയും ഇവിടേക്ക് എത്താറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ മോഹൻലാലിന്റെ അമ്മ കൂടെയില്ല എന്നൊരു കാര്യം കൂടി നിലവിലുണ്ട് എന്നുള്ളതാണ്. ഏതായാലും മോഹൻലാൽ വോട്ട് ചെയ്യാനായി എത്തുന്നു. മുടവൻ മുകളിലെ 36-ാം ബൂത്തിൽ ക്യൂ നിൽക്കുകയാണ്. മോഹൻലാൽ അല്പസമയത്തിനകം തന്നെ, ഈ ഒരു നീണ്ട നിര തന്നെയുണ്ട്. രാവിലെ തന്നെ ഒന്നാമത് മോഹൻലാൽ എത്തുമെന്നുള്ളത് കൂടി ആയതുകൊണ്ട് തന്നെ ആളുകളെല്ലാം രാവിലെ തന്നെ എത്തിയിരുന്നു ഈ സ്ഥലത്ത്, ഈ ബൂത്തിലേക്ക് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മോഹൻലാൽ വോട്ടിടാനായി 36-ാം ബൂത്തിലേക്ക് കയറും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഓരോ വോട്ടും. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെല്ലാം രാവിലെ തന്നെ ഈ ബൂത്തിന് മുന്നിലായി എത്തുകയും ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ വരുന്നതുകൊണ്ട് തന്നെ 2 സ്ഥാനാർത്ഥികളെയും നമുക്ക് കാണാം. മോഹൻലാലിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് സ്ഥാനാർത്ഥികൾ. ഏതായാലും മോഹൻലാൽ, കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ, ഒപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾ, സാമുദായിക നേതാക്കൾ എല്ലാവരും വരി നിന്ന് വോട്ട് രേഖപ്പെടുത്താൻ എത്തുകയാണ്. ജനാധിപത്യത്തിന്റെ വൺ മാൻ വൺ വോട്ട്, വൺ വോട്ട് വൺ വാല്യൂ എന്ന ആശയമാണ്. ഒരു മനുഷ്യനൊരു വോട്ട്, ഒരു വോട്ടിന് ഒരേ മൂല്യം. അത് സുരേഷ് ഗോപിയുടേതാണെങ്കിലും മോഹൻലാലിൻ്റെതാണെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെതാണെങ്കിലും ക്ലിമീസ് ബാവയുടേതാണെങ്കിലും അത് സാധാരണക്കാരായ ഏത് മനുഷ്യൻ്റെയും വോട്ടിൻ്റെ മൂല്യമുള്ള ഒരു ദിനമാണ് ഇന്നത്തെ തിരഞ്ഞെടുപ്പ് ദിനം എന്ന പ്രത്യേകതയുണ്ട്. അങ്ങനെ തിരഞ്ഞെടുപ്പ് സമത്വത്തിൻ്റെ മറ്റൊരു ദിനം കൂടിയാണ്. പ്രമുഖരെല്ലാവരും വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നമ്മൾ പറയാനുള്ളത്, വളരെ നിർണായകമായ ഈ തിരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരും വോട്ട് രേഖപ്പെടുത്താൻ എത്തുക. 2021 76% എന്ന പോളിംഗ് പെർസെൻറ്റേജിനെ നമുക്ക് ഇക്കുറി മറികടക്കേണ്ടതുണ്ട്. 80% പോളിംഗ് എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ഇപ്പോൾ പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. രാവിലെ തന്നെ പലയിടങ്ങളിലും മോക്ക് പോളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അതൊക്കെ പരിഹരിച്ച് പോളിംഗ് ഇപ്പോൾ സ്മൂത്തായി തന്നെ തുടങ്ങിയിരിക്കുന്നു. മൊത്തം 2,71,966,936 സമ്മതിദായകരാണ്. 140 മണ്ഡലങ്ങളിലെ 30,495 ബൂത്തുകളിലായി ഇന്ന് വിധി എഴുതാൻ എത്തുന്നത്. പ്രമുഖർ വരി നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഒപ്പം തന്നെ മുതിർന്ന നേതാക്കൾ, താരം മോഹൻലാൽ എന്നിവരെത്തിയിട്ടുണ്ട്. മോഹൻലാലിൻ്റെ അടുത്ത് ഇതാ നോക്കൂ, മനോഹരമായൊരു ചിത്രം. തോളിൽ കൈയിട്ട് നിൽക്കുകയാണ് നമ്മളുടെ നേമത്തെ മന്ത്രി ശിവൻകുട്ടിയും. ഒപ്പം ശിവൻകുട്ടി തോളിൽ കൈവച്ചിരിക്കുന്നത് ശബരിനാഥൻ്റെ തോളിൽ കൈവച്ചിരിക്കുകയാണ്. ഒപ്പം മോഹൻലാലും ഉണ്ട് എന്നുള്ളതാണ് മനോഹരമായൊരു ഫ്രെയിമാണ് പ്രേക്ഷകർ കാണുന്നത്. ജനാധിപത്യം എന്നാൽ പരസ്പരം
തലതല്ലിക്കീറാനുള്ളതല്ലെന്നും തോളിൽ കൈവച്ച് പരസ്പരം സൗഹൃദത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഒരു ഉത്സവമാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അങ്ങനെ ശിവൻകുട്ടി, മിനിസ്റ്റർ ശിവൻകുട്ടി തൻ്റെ എതിരാളി കൂടിയായ ശബരിനാഥന്റെ തോളിൽ കയറ്റി നിൽക്കുന്ന ഒരു ചിത്രം കൂടി പ്രേക്ഷകർ ഇപ്പോൾ കണ്ടു. മനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ ഈ ഫ്രെയിമുകളിൽ പ്രേക്ഷകർ കാണുന്നത്. കാത്തിരിക്കുന്നത് അമ്പലപ്പുഴയിൽ നിന്ന് ജി സുധാകരൻ കൂടി വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. വരി നിന്ന മനുഷ്യരിന്ന് കേരളത്തിന്റെ വിധി രേഖപ്പെടുത്താൻ എത്തുകയാണ്. അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കണം എന്നുള്ളതാണ് ചോദ്യം. സർക്കാർ ഒരു ഭാഗത്ത് ഭരണ നേട്ടങ്ങൾ, മറുഭാഗത്ത് ഭരണമാറ്റമുണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം, ഇത് രണ്ടും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിൽ പ്രേക്ഷകർ കാണുന്നത്. അങ്ങനെ വോട്ട് രേഖപ്പെടുത്തി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പോളിംഗ് ബൂത്തുകളിൽ നിന്ന് ബീപ് ശബ്ദം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. മുഹമ്മദ് റിയാസ് നിൽക്കുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണാം. ബേപ്പൂരിൽ വോട്ട് രേഖപ്പെടുത്താനായി PV അൻവറിന് വോട്ടുള്ളത് മറ്റൊരു മണ്ഡലത്തിലാണ്, ബേപ്പൂരിലല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണാം കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള വോട്ടർമാർ എല്ലാവരും, വോട്ടർമാരിൽ പ്രമുഖരില്ല എന്നുള്ളതാണ് വാസ്തവം. ജനാധിപത്യത്തിൽ ഒരു മനുഷ്യനൊരു വോട്ട്, ഒരു പൗരനൊരു വോട്ട്, ഒരു വോട്ടിനൊരു മൂല്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മൂല്യം, ഒരേപോലെയുള്ള മൂല്യം, അത് സംരക്ഷിച്ച് പിടിച്ച് നിർത്തുകയാണ് നമ്മളുടെ ലക്ഷ്യം. ഇന്ന് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സെൻസിറ്റീവായ 2500ഓളം ബൂത്തുകളുണ്ട്. അവിടെ സുരക്ഷാ സേനകളെയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായ അച്ചടക്കത്തോടു കൂടി മാത്യു ടി തോമസിന്റെ പ്രേക്ഷകർക്ക് കാണാം. നടൻ മോഹൻലാലിനെ കാണാം, പ്രതിപക്ഷ നേതാവിനെ കാണാം, മുസ്ലിം ലീഗ് നേതാവ് മുനീർ സാഹിബിനെ കാണാം, ഒപ്പം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ കാണാം. അങ്ങനെ ബൂത്ത് രാവിലെ തന്നെ നിറഞ്ഞിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നമ്മൾ കാണാത്ത വിധത്തിലുള്ള ഒരു ജനകീയ പങ്കാളിത്തം ബൂത്തുകളിൽ രാവിലെ തന്നെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.